ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു പറ്റം അരയന്നങ്ങൾ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കൂടുവെച്ച് താമസിച്ചു. അക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങളായ അരയന്നങ്ങളുണ്ട്, ചെറുപ്പക്കാരായ അരയന്നങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രായം ചെന്ന വൃദ്ധനായ ഒരു അരയന്നമുണ്ടായി. അതിന് പറക്കാനൊന്നും പറ്റാതെ മരത്തിൻ്റെ മുകളിലുള്ള അവരുടെ കൂട്ടിൽ തന്നെയാണ് അരയന്നത്തിൻ്റെ താമസമുണ്ടായത്. അപ്പോൾ ഒരിക്കൽ ഈ അരയന്നം മരത്തിൻ്റെ മുകളിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുകയാണ്, ഈ വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു വള്ളിച്ചെടിയുടെ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 2-3 തളിരിലകളുമൊക്കെയായി ആ വള്ളിച്ചെടി ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അരയന്നം കൂട്ടിൽ കടന്ന് വലിയ ഒച്ചയുണ്ടാക്കി. എല്ലാവരുടെ ശ്രദ്ധ ഈ ഒച്ചപ്പാടിലേക്ക് തിരിഞ്ഞു. ചെറുപ്പക്കാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കിടന്ന് ശബ്ദമുണ്ടാക്കുന്നത്? അപ്പോൾ ഈ വൃദ്ധനായ അരയന്നം പറഞ്ഞു, നമ്മുടെയൊക്കെ ജീവൻ അപകടത്തിലാണ്, നമ്മൾ മുഴുവൻ നശിക്കും, വലിയൊരു അപകടം വരുന്നുണ്ട്. അരയന്നങ്ങളൊക്കെ ആകാംക്ഷയോടെ ചോദിച്ചു, എന്താണ് ആ വലിയ അപകടം? നമ്മളെ മുഴുവൻ ഒന്നാകെ നശിപ്പിക്കുന്ന അപകടം എന്താണ്? വൃദ്ധനായ അരയന്നം താഴേക്ക് നോക്കി പറഞ്ഞു, കണ്ടോ, നമ്മുടെ ഈ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വരുന്ന കുഞ്ഞ് വള്ളിച്ചെടി കണ്ടോ? അതൊരു വലിയ അപകടത്തിൻ്റെ സൂചനയാണ്. ചെറുപ്പക്കാരായ അരയന്നങ്ങൾ, ആരോഗ്യമുള്ളതുങ്ങൾ ഈ വൃദ്ധനായ അരയന്നത്തെ കളിയാക്കി. അരയന്നം പറഞ്ഞു, വലിയൊരു അപകടമാണ് വരുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മുള കൊത്തിക്കളയണം, അത് വളരാൻ അനുവദിക്കരുത്. പക്ഷേ ചെറുപ്പക്കാരായ അരയന്നങ്ങൾ ആ സ്വരത്തെ പരിഹസിച്ച് അവസാനിപ്പിക്കുകയാണ്, ചിരിച്ച് അവഗണിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, നമ്മൾ സുരക്ഷിതരാണ്, ഈ വലിയ മരത്തിൻ്റെ മുകളിൽ ഒരു വേട്ടക്കാരനും ആർക്കും കയറി വരാൻ പറ്റുന്നില്ല. വയസ്സായപ്പോൾ തോന്നിയ ഒരു പേടിയാണിത്. അവർ അവഗണിച്ചു കളഞ്ഞ ആ വിലാപത്തെ, സ്വരത്തെ. മാസങ്ങൾ കഴിഞ്ഞുപോയി. അവർ അവഗണിച്ചു കളഞ്ഞ ആ വള്ളിച്ചെടിയുടെ മുള അത് വളർന്നു, മരത്തിൽ ചുറ്റി ചുറ്റി അത് മരത്തിൻ്റെ മുകളിൽ വരെ എത്തി. അത് ബലമുള്ള ഒരു വള്ളിച്ചെടിയായി മാറി. ഒരു നാൾ അരയന്നങ്ങളൊക്കെയും വ്യർത്ഥമായ സുരക്ഷിത ബോധത്തിൽ തങ്ങളിരിക്കുന്ന വടവൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ഒരാപത്തും വരികയില്ലെന്നുള്ള അവരുടെ വ്യർത്ഥമായ സുരക്ഷിത ബോധത്തിൽ അവരിരുന്നപ്പോൾ ഒരു നാൾ ഒരു വേടൻ ആ വള്ളിച്ചെടിയിലൂടെ പിടിച്ച് ഈ മരത്തിൻ്റെ മുകളിലെത്തുകയും വലവിരിച്ച് ആ അരയന്നങ്ങളുടെ കൂട്ടത്തെ മുഴുവൻ അയാൾ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഈ കാലത്ത് ക്രൈസ്തവ സമൂഹത്തിന് വന്നിരിക്കുന്ന ആത്മീയ ജാഗ്രത കുറവിനെ വളരെ കൃത്യമായി പറയുന്ന ഒരു കഥയാണിത്. നമുക്കിന്ന് ബാധിച്ചിരിക്കുന്ന ഈ അരയന്നങ്ങൾക്കുണ്ടായിട്ടുള്ള വ്യർത്ഥമായ ഒരു സുരക്ഷിത ബോധമാണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ സുരക്ഷിതത്വത്തിൽ മതിമറന്ന് ഒരു അപകടവും ഞങ്ങളെ ബാധിക്കത്തില്ല, ഒരു പ്രതിസന്ധിയും ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് വ്യർത്ഥമായി ചിന്തിച്ചുകൊണ്ട് വ്യർത്ഥ സുരക്ഷിത ബോധത്തിൽ ജീവിക്കുകയാണ്. ഈ വൃദ്ധനായ അരയന്നത്തെ പോലെ ഈ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് പല സ്വരങ്ങൾ വരുന്നുണ്ട്. വിശ്വാസം അപകടത്തിലായിട്ടുണ്ട്. നമ്മുടെ യുവജനങ്ങളുടെ വിശ്വാസ ജീവിതം തകർച്ചയിലായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ പലരും കരുതലോടെ കെണിവെച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിനെതിരെ പല രീതിയിൽ ഗൂഢശക്തികൾ അക്രമം നടത്തുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ വിഷയങ്ങളെ കരുതിക്കൂട്ടി അവർ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയാചാര്യന്മാരെ അവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. തിരുസഭയുടെ ധാർമ്മിക അടിത്തറകളെ പല രീതിയിൽ മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് സഭയുടെ ധാർമ്മിക ശക്തിയെ തകർത്ത് തിരുസഭയെ നിശബ്ദയാക്കാൻ പുരോഹിതരെയും ആത്മീയ ശുശ്രൂഷകരെയും മിണ്ടാതിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വ്യർത്ഥമായ സുരക്ഷിത ബോധത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ പുരോഗമന ക്രിസ്ത്യാനികൾ പറയും, ഇത് ക്രിസംഗികളുടെ ഒരു വലിയ രോദനമാണ്, ഇത് സംഘപരിവാറിന്റെ പക്ഷം ചേർന്നിട്ടുള്ള ഒരു രോദനമാണെന്ന് പറയുന്ന പുരോഗമന ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗം പറയും, ഇത് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കുന്നതാണ്. എന്നാൽ വലിയ ഒരു ശതമാനം ആളുകൾക്ക് ഇന്ന് വലിയൊരു ഉൾക്കാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു വന്നിട്ടുണ്ട്. ആ ഉൾക്കാഴ്ചയെ വീണ്ടും വീണ്ടും വളർത്തുന്നതിന്, ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഷെക്കീന കൺവെൻഷൻ, മിസ്പ കൺവെൻഷൻ ഷെക്കീന ടെലിവിഷനിലൂടെ നടത്തുന്നത്. ഇതാരുടെയെങ്കിലും പക്ഷം ചേരാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഉയരുന്ന വിവേകത്തിന്റെ നിലവിളികളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. അല്ലാത്ത ലൗകിക മനുഷ്യർ, ജഡത്തിന്റെ അരൂപിയിൽ ജീവിക്കുന്നവർ, തിന്മയുടെ ആകർഷണങ്ങളായിരിക്കുന്നവർ, സഭയെ സ്നേഹിക്കാത്തവർ പറയും ഇത് ക്രിസംഗികളുടെ രോദനമാണ്, ഇത് BJP വേണ്ടിയിട്ടാണ്, പരിവാർ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരനെ കണ്ണുനീരും കഷ്ടതയും അവരനുഭവിക്കുന്ന അപമാനങ്ങളും അറിയുന്ന ആർക്കാണ് ആ തിരുസഭയെ സ്നേഹിക്കുന്ന ഏത് പുരോഹിതനാണ്, ഏത് വചനപ്രഘോഷകനാണ് പരിവാർ സംഘടനകളുടെ പക്ഷം ചേർന്ന് അങ്ങനെ പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ ജനം വിവേകത്തോടുകൂടി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ കാലത്ത് വിവേകത്തിന്റെ നിലവിളികളെ പുച്ഛിച്ചും അവഹേളിച്ചും അവഗണിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവര് തിരുസഭയുടെ ശത്രുക്കളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. അത് ലിബറലിസം പറയുന്ന ക്രിസ്ത്യാനികളാണെങ്കിലും, പുരോഗമനവാദം പറയുന്ന ക്രിസ്ത്യാനികളാണെങ്കിലും, ആദർശം പറയുന്നവരാണെങ്കിലും, ജീവിക്കാൻ കൊള്ളാത്ത തത്വശാസ്ത്രം പറയുന്നവരാണെങ്കിലും, മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തെ ഒരു തരത്തിൽ അഡ്രസ് ചെയ്യാത്ത ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് വ്യർത്ഥ സുരക്ഷയിൽ ജീവിക്കുന്നവരാണെങ്കിലും, ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധാത്മാവ് പറയുന്നു ഈ കാലത്ത് കർത്താവിന്റെ സഭയെ സ്നേഹിക്കണം. തിരുസഭയില്ലാതായാൽ ലോകത്തെവിടെയാണ് നസറായനായ ഈശോ ഓർമ്മിക്കപ്പെടാൻ? എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവനെന്നുള്ള അവന്റെ കൽപ്പന അനുസരിക്കാൻ ഒരു സമൂഹം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തിരുസഭ ശക്തമായി നിലനിൽക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം നേരിടുന്ന അപജയങ്ങളെ, വെല്ലുവിളികളെ നമ്മൾ തിരിച്ചറിയണം. വിവേകത്തിന്റെ നിലവിളികളെ പരിഹസിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല കുടില ശക്തികളെയും നമ്മൾ തിരിച്ചറിയുകയും അവരുടെ വ്യാജ പ്രചരണങ്ങളിൽ, അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ, അവർ പറയുന്ന വ്യർത്ഥമായ സുരക്ഷിത ബോധങ്ങളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ കൂട്ടായ്മയെ തകർക്കുന്ന എല്ലാ ആപത്തുകളെയും കുറിച്ചും തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം. അപകടങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ കാതുകളെ തുറന്നു വെക്കണം. ജാഗ്രതയുടെ ഉൾക്കണ്ണ് തുറക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് മിസ്പ എന്ന വാക്ക് പറയുന്നത്. ജാഗ്രതയുടെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ദൈവത്തിന്റെ സഭയെ പരിശുദ്ധാത്മാവ് കാലത്ത് ഈ ഒരു ജാഗ്രതയോടെ ജീവിക്കാൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. ഈ കാലത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിയാൻ, ഈ കാലത്തിന്റെ അപകടങ്ങളെ, അടയാളങ്ങളെ മനസ്സിലാക്കി തരുന്നവരെ പുച്ഛിച്ച് പരിഹസിച്ച് നിശബ്ദരാക്കാതിരിക്കാൻ, വിവേകത്തിന്റെ നിലവിളികൾക്ക് നേരെ ചെവികൾ കൊട്ടിയടയ്ക്കാതിരിക്കാൻ, ഹൃദയം അടയ്ക്കാതിരിക്കാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ 21-ാം നൂറ്റാണ്ടിനെ വിശേഷിപ്പിച്ചത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടെന്നാണ്. ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ട്. സൂര്യഗ്രഹണം പോലെയാണ് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ട്. സൂര്യഗ്രഹണം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെ മറച്ചു കളയുന്നതാണ്. അപ്പോൾ ദൈവഗ്രഹണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറച്ചു കളയുന്ന ഒരു നൂറ്റാണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ബുദ്ധിമാനുമായ മനുഷ്യനാണ് ജോസഫ് റാറ്റ്സിംഗർ, ബെനഡിക്ട് 16 മാർപ്പാപ്പ. അദ്ദേഹമാണ് ഈ കാലത്തെ ഏറ്റവും കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് ഈ കാലം ദൈവഗ്രഹണത്തിന്റെ കാലഘട്ടമാണ്. ഭൗതിക ചിന്തയും നിരീശ്വരബോധങ്ങളും പ്രായോഗിക ചിന്തകളും ആപേക്ഷികവാദവും ഇങ്ങനെ ഈ കാലഘട്ടം പല തത്വശാസ്ത്രങ്ങളാൽ, പല നിലപാടുകളാൽ മനുഷ്യന്റെ ഉള്ളിലെ സുഖേച്ഛയും ലൗകികതയും വളർത്തി ദൈവത്തെ മറച്ചു കളയാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പല മേഖലകളിലും ഇന്ന് നമ്മൾ ഒരു ഇരുണ്ട കാലഘട്ടങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇരുണ്ട കാലത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ മറയ്ക്കാൻ ഈ കാലത്ത് ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി, ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ കാലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങളാണ്. സത്യത്തിൽ ലോകത്തിൽ മനുഷ്യ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യാതൊരു സംഭാവനയും ചെയ്യാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നിരീശ്വരവാദികൾ, യുക്തിചിന്തകരാണ്. മനുഷ്യന് ജീവിക്കാൻ കൊള്ളാത്ത മനുഷ്യ ജീവിതത്തെ എവിടെങ്കിലും ആത്മീയത കൊണ്ട്, പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ, കഷ്ടപ്പാടിന്റെയും സങ്കടങ്ങളുടെയും പ്രതിസന്ധിയുടെയും പരാജയത്തിന്റെ നടുവിൽ അടുത്ത ചുവട് ദൈവത്തിൽ ആശ്രയിച്ച് വെക്കാനാണ് ആത്മീയത മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ
ആ മനുഷ്യനെ വീണ്ടും വീണ്ടും നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടാൻ വേണ്ടി അങ്ങനെ പരിശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ദൈവനിഷേധകരുടെ കൂട്ടായ്മകളും ചിന്തകളും എല്ലാം. അതുകൊണ്ടാണ് ലോകത്തിന് ഒരു പുരോഗതിയും കൊടുക്കാതെ മനുഷ്യന്റെ ഉള്ളിലെ പ്രത്യാശയുടെ അവസാനത്തെ കണിക കൂടി നശിപ്പിക്കുമാർ ഈ ലോകത്തെ ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു വലിയ ശക്തി ഇന്ന് പ്രബലപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കൾട്ടായിട്ട് മാറുകയും അനേക മനുഷ്യരെ, പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് വിശ്വാസരാഹിത്യത്തിന്റെ ചിന്തകൾ പങ്കുവെച്ചു കൊടുത്ത് ഒരു സമൂഹത്തിൽ നിന്ന് ദൈവചിന്ത നശിപ്പിക്കുന്ന ലിക്കൂട്ടർ വലിയ വ്യാപകമായ ശ്രമങ്ങൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച്, ടൗണുകൾ കേന്ദ്രീകരിച്ച്, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഈ നിരീശ്വര ചിന്തകർ ആക്രമിച്ചിരുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട്, ആത്മീയ അനുഷ്ഠാനങ്ങളുടെ യുക്തിരാഹിത്യങ്ങൾ ആണെന്ന് പറഞ്ഞുകൊണ്ട്, പുരോഹിതരെ, ആത്മീയ ആചാര്യന്മാരെ അപഹസിച്ചുകൊണ്ടൊക്കെയായിരുന്നു പഴയ കാലത്തെ പ്രവർത്തനങ്ങൾ. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് കുറേ കൂടി മാറിയിട്ട് ആത്മീയതയുടെ, മതവിശ്വാസങ്ങളുടെ ധാർമ്മിക അടിത്തറയെ ആക്രമിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ പറയും, ഈ ലോകത്തിലുള്ള സ്വാതന്ത്ര്യബോധം, മാനവിക മൂല്യങ്ങൾ, ഇവിടെയുള്ള സമത്വം, സാഹോദര്യം, ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ സംഭാവനകളാണ്. എന്നിട്ട് മതത്തെയും ആത്മീയതയും ദൈവവിശ്വാസത്തെ എല്ലാം ഇവർ കൊണ്ടുപോയി എതിർപക്ഷത്ത് നിർത്തും, എതിർചേരിയിൽ നിർത്തും. പുരോഗമന, ജനാധിപത്യ, മാനവിക മൂല്യങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരായിട്ട് മതത്തെ, ആത്മീയതയെ അവർ പ്രതിഷ്ഠിക്കും. പ്രിയരെ, ഈ ഒരു ചതിയിൽ അനേക യുവതിയുവാക്കന്മാർ ഈ കാലത്ത് വീണുപോകുന്നുണ്ട്. നുണയുടെ ഈ ഘോഷയാത്രയിൽ അനേക പേർ വീണുപോയിട്ടുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് ചരിത്രത്തെ വീക്ഷിക്കണം. ഇന്ന് മനുഷ്യർ കൊള്ളാവുന്ന നാടുകൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്, അവസരങ്ങൾക്ക് തുല്യതയുണ്ടെന്നൊക്കെ പറയുന്ന നാടുകളൊക്കെയും ക്രൈസ്തവ മൂല്യബോധത്തിൽ സുവിശേഷത്തിനാകുന്ന പാറമേൽ പണിയപ്പെട്ട സംസ്കാരങ്ങളാണ്. ആ നാടുകളൊക്കെയും പ്രാകൃതമായ സംസ്കാരങ്ങളിൽ നിന്ന് സുവിശേഷത്തിൻ്റെ പ്രഭയിലാണ് മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്ന മൂല്യാധിഷ്ഠിത രാജ്യങ്ങളായിട്ട് വളർന്നത്. ക്രൈസ്തവ വിശ്വാസമാണ് അതിന് അടിത്തറ കൊടുത്തത്. ഇലോൺ മസ്ക് എന്ന് പറയുന്ന ദൈവവിശ്വാസി അല്ലെന്ന് പറയുന്ന മനുഷ്യൻ പോലും ഈ അടുത്ത് സമ്മതിക്കുകയാണ്, യൂറോപ്പ് ക്രിസ്തുമതവുമായി വേർപിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുമതത്തെ അടർത്തി മാറ്റിയാൽ പിന്നെ യൂറോപ്പില്ല, പടിഞ്ഞാറൻ സംസ്കാരമില്ല. അപ്പൊ ലോകത്തെവിടെയും മാനവിക മൂല്യങ്ങളുടെ അടിത്തറ, ജനാധിപത്യത്തിന്റെ അടിത്തറ, സ്വാതന്ത്ര്യത്തിന്റെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ആശയങ്ങളൊക്കെയും ബൈബിളിൽ നിന്നാണ് പരിഷ്കൃത സമൂഹങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നാളിതുവരെയുള്ള മാനവരാശിയുടെ വളർച്ചയ്ക്ക് ഒരു കാര്യവും സംഭാവന ചെയ്യാത്ത നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഇന്ന് വളർന്ന് ഈ വളർച്ചയൊക്കെയും അവരിലൂടെ സംഭവിച്ചതാണെന്ന് വരുത്തി തീർത്തി ആത്മീയത, വിശ്വാസത്തെ എതിർചേരിയിലാക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്തൊരു മനുഷ്യൻ ജീവിക്കുന്നതിൽ ഏറ്റവും വലിയ പാപമാണ് കൺമുമ്പിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരവേലയായ പ്രപഞ്ചമുണ്ടായിട്ടും കാരണമില്ലാതെ ഈ ഭൂമിയിൽ ഒരു ചെറിയ മുൾച്ചെടി പോലും മുളയ്ക്കാതിരിക്കും. കർത്താവില്ലാതെ ഈ ഭൂമിയിൽ ഒരു ചെറിയ കാര്യം പോലും സംഭവിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും സർവശക്തനെ നിഷേധിക്കുന്നതും ദൈവസാന്നിധ്യത്തെ അവഗണിക്കുന്നതുമാണ് ഏറ്റവും വലിയ കഠിനപാപം എന്ന് പറയും. അതുകൊണ്ട് ഈ കാലത്ത്, ദൈവഗ്രഹണത്തിൻ്റെ ഈ കാലത്ത്, ദൈവത്തെ മറച്ചു കളയാനുള്ള തിന്മയുടെ ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഒരു കൾട്ടുകളായി വളരുന്നു. അബദ്ധങ്ങൾ ആവർത്തിച്ചു പറയുന്ന, തെറ്റുകളോട് പറയുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ഒരിക്കലും മനസ്താപം തോന്നാത്ത, ഏത് ഹീനമായ കാര്യവും പറയുന്നതിൽ മടിയില്ലാത്ത, പ്രതിപക്ഷ ബഹുമാന സംസാരത്തിൽ തൊട്ടുതീണ്ടാത്ത ആളുകളെ ഐക്കണുകളായി കൊണ്ടു നടന്ന് ടൗൺ ഹാളുകളിൽ നിന്ന് ടൗൺ ഹാളുകളിലേക്ക് എഴുന്നള്ളിച്ച് നുണയുടെ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൃദ്ധിയും അനുഗ്രഹവും തന്ന ദൈവത്തെ മറന്ന് ജീവിക്കാൻ ചുറ്റുവട്ടങ്ങളാകുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ, ജീവിതത്തിന് ഭൗതിക സുരക്ഷിതത്വം വരുമ്പോൾ ഇത്തരം ഐക്കണുകളെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും കൊണ്ടുവന്ന്
ദൈവനിഷേധം പ്രചരിപ്പിച്ച് മനുഷ്യരെ അന്ധകാരത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതിൽ ഗൂഢമായി ശ്രമിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് ദൈവത്തെ മറയ്ക്കാനുള്ള ഈ ശ്രമങ്ങൾക്കൊക്കെയും ദൈവത്തിന്റെ ജനം, വിശ്വാസികളുടെ സമൂഹം ജാഗ്രതയുണ്ടാവണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവസാനത്തെ പ്രത്യാശയുടെ കണികയും ഊതിക്കരുത്തി കളഞ്ഞ് ഈ ലോകത്തെ കനത്ത അന്ധകാരത്തിലേക്ക് തള്ളിവിടാനുള്ള തിന്മയുടെ ഉപകരണങ്ങളാണ് നിരീശ്വര പ്രസ്ഥാനങ്ങളും യുക്തിചിന്ത പ്രചരിപ്പിക്കുന്ന വ്യക്തികളും സംഘടനകളുമെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. അതുകൊണ്ട് വീണ്ടും പറയാണ്, ലോകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യാതൊരു സംഭാവനയും നൽകാത്ത, സംസ്കാരങ്ങളുടെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിനാശലക്ഷണമായ ഈ നിരീശ്വരവാദ ചിന്തകളെ, യുക്തിചിന്തകളെ, ഭൗതികവാദ ചിന്തകളെ നമ്മൾ കർത്താവിനെ മറയ്ക്കുന്ന കാർമേഘമാണെന്ന് തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യണം. വിശ്വാസത്തിന്റെ വിലയെക്കുറിച്ചും ദൈവാശ്രയബോധത്തിലൂടെ സംസ്കാരങ്ങൾ വളർന്നതിനെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് സംസ്കാരങ്ങൾ പടുത്തുയർത്തപ്പെട്ടതിനെക്കുറിച്ചുമുള്ള ദീപ്തമായ ചരിത്രവും കഥകളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് ജാഗ്രതയോടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. തിരുസഭയുടെ ചരിത്രം ലോകത്തിൽ കീഴ്മേൽ മറിച്ച മനുഷ്യരുടെ ചരിത്രമാണ്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്നും, വേർതിരിവുകളിൽ നിന്നും ഒരു ലോകത്തെ വീണ്ടും സമത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വളർത്തിയെടുത്തത്, ലോകത്തിന്റെ മൂല്യബോധത്തെ തന്നെ കീഴ്മേൽ മറിച്ചത് സുവിശേഷത്തിന്റെ ശക്തിയാണെന്നുള്ളത് നമ്മൾ ശക്തിയായി പറയേണ്ട ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ മറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ജാഗ്രതയോടെ, അതിനെതിരെ നമുക്കൊരു ജാഗ്രതയുടെ ഒരു ഉൾക്കണ്ണ് തുറക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിരീശ്വര ചിന്ത ഒരു അപകടകരമായ വിഷച്ചെടിയായി മുളച്ച് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു പലയിടത്തും. അത് കൺമുമ്പിൽ കണ്ടിട്ടും വിശ്വാസത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, ചെറുപ്പക്കാരുടെ ഉള്ളിലെ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാതെ വ്യർത്ഥമായ സുരക്ഷിത ബോധത്തിൽ നമ്മൾ അമർന്ന് ജീവിച്ചാൽ ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് വിശ്വാസികളുടെ ചരിത്രം എങ്ങനെയാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത് എന്നുള്ള ചരിത്രം, സത്യം ഈ കാലത്ത് നമ്മൾ തീക്ഷ്ണതയോടെ പറയേണ്ട കാലഘട്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ സുഹൃത ചരിത്രം പറയാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ശക്തി കൊടുക്കട്ടെ. സഭ എങ്ങനെയാണ്, വിശ്വാസം എങ്ങനെയാണ്, സുവിശേഷം എങ്ങനെയാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് ദൈവത്തെ മറയ്ക്കുന്ന മറ്റൊരു വലിയ തിന്മയെന്ന് പറയുന്നത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷത, സെക്കുലറിസം എന്ന് പറയുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ വ്യത്യസ്തരായ മതങ്ങളുണ്ടാവും. ഈ മതങ്ങളൊക്കെയും തമ്മിൽ സ്പർദ്ധയുണ്ടാവാതെ, കലഹമുണ്ടാവാതെ സാഹോദര്യത്തിൽ ജീവിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരാശയമാണ് സെക്കുലറിസം, മതനിരപേക്ഷത എന്ന് പറയും. എന്നാൽ അത് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്ന വിശാലമായ ഒരു ചിന്തയല്ല. ഓരോ മതത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. മറ്റു മതങ്ങളോട് തുല്യമാണ്, അതിലൊരു പല രക്ഷയിലേക്കുള്ള പല വഴികളിൽ ഒന്ന് മാത്രമാണ് തിരുസഭയെന്ന് അബദ്ധത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ല. രക്ഷയ്ക്കു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല കൃപയുടെ മാർഗമാണ് സത്യസഭ എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസം പല വിശ്വാസങ്ങളിൽ ഒന്നോ പല വഴികളിൽ ഒന്നോ അല്ല, ഇത് കർത്താവിൻ്റെ രക്ഷയുടെ ഏക മാർഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റു മതങ്ങളെയൊക്കെ ആദരിക്കുന്നൊപ്പം സത്യസഭയുടെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധികാരികതയെ, അതിൻ്റെ കൃത്യതയെ നമ്മൾ തിരിച്ചറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമിതമായ സെക്കുലറിസം പടർന്നു പിടിക്കുമ്പോൾ, എല്ലാ മതങ്ങളും തുല്യമാണെന്ന് കരുതുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന അപകടകരമായ ചില അടയാളങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ഉറപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം, എല്ലാ മതങ്ങളെയും പ്രീതിപ്പെടുത്താൻ എല്ലായിടത്തും പ്രീണനം നടത്താൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ നല്ല കുലീനമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ സാമുദായികമായ ഐക്യവും
ഒരു സാമുദായികമായ പാരസ്പര്യം ആഗ്രഹിക്കുന്ന ആളുകൾ അതാത് സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെയൊക്കെ കണ്ട് പിന്തുണ അറിയിക്കുകയും അവരോട് പിന്തുണ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വാഭാവികമായ കാഴ്ചയാണ്. എന്നാൽ കുറച്ചു കാലങ്ങളായി കേരള രാഷ്ട്രീയം പ്രീണനത്തിന്റെ ഏറ്റവും മോശമായൊരു മുഖം, വിശ്വാസത്തിന്റെ ഏറ്റവും വികൃതമായൊരു മുഖം നമ്മൾ കാണും. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്നുള്ള ഒന്നാം പ്രമാണത്തിൽ ആദ്യമേ വെള്ളം ചേർത്തുകൊണ്ട് വോട്ടിനു വേണ്ടി നടക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കാണും. അവർ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോയി കുമ്പിടാനും ആരാധിക്കാനും തുലാഭാരം നടത്താനും നേർച്ച കാഴ്ചകൾ നടത്താനും വഴിപാട് നടത്താനും ക്യൂ നിൽക്കുന്നതിൽ യാതൊരു ലജ്ജയും കാണിക്കില്ല. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന്റെ കീഴെ ഒറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് കർത്താവായ യേശുവിന്റെ നാമമാണെന്നുള്ള അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ വചനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറന്നു പോകാൻ പാടില്ല. ഈ കാലത്ത് എല്ലാ മതങ്ങളെയും ആദരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലെയും വിശ്വാസങ്ങളെ ആരാധിക്കുന്നു എന്നല്ല. ആരാധനയ്ക്ക് യോഗ്യനായിട്ട് ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ, അത് മരണത്തെ മറികടന്ന ഉദ്ധാനം ചെയ്ത നസറായനായ യേശു ക്രിസ്തുവാണെന്ന് ഉറക്കെ പറയാനും ആ വിശ്വാസത്തിൽ അഭിമാനിക്കാനും അത് പണയം വെച്ചൊന്നും വേണ്ടെന്ന് വിശ്വസിക്കാനുമുള്ള ഉറപ്പുള്ള വിശ്വാസികളാണ് ഈ കാലത്ത് സഭയിൽ ഉയർന്നു വരേണ്ടത്. അപ്പോൾ അമിതമായ മതേതര കടന്നു വന്നിട്ട് മതേതരത്വം കടന്നു വന്ന് എവിടെയും കുമ്പിടാനും എവിടെയും മുട്ടുമടക്കാനും പരിശ്രമിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തിന് തകർച്ച കാണിക്കുന്ന അടയാളങ്ങളാണ്. നമ്മൾ അംഗങ്ങളായിരിക്കുന്ന ഈ ആദിമസഭ, ഈ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പറയും, ആദിമസഭ 1-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിന്റെ കീഴെ ഭീകരമായ മർദ്ദനങ്ങൾക്ക് വിധേയപ്പെട്ടു. എന്ത് കാര്യത്തിന്റെ പേരിലാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടത്? അഗസ്റ്റസ് സീസർ മുതലുള്ള റോമൻ ചക്രവർത്തിമാർ അവരുടെ ഭരണത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു ആചാരാനുഷ്ഠാനമായിരുന്നു ചക്രവർത്തി പൂജ, ഇമ്പീരിയൽ കൾട്ട്. റോമാ സാമ്രാജ്യത്തിന്റെ നഗരങ്ങളിൽ, അവരുടെ ടൗൺ സ്ക്വയറുകളിൽ ഞായറാഴ്ചകളിൽ അവർ ജനത്തെ, പൗരന്മാരെ ഒരുമിച്ച് കൂട്ടും. ടൗൺ സ്ക്വയറുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചക്രവർത്തിയുടെ രൂപത്തിന്റെ മുമ്പിൽ ധൂപമർപ്പിക്കുമ്പോൾ മുട്ടുകുത്തി ചക്രവർത്തിയുടെ പ്രതിമയെ നോക്കി ദോമിനൂസ് എത്തു ദേവൂസ് നോസ്തർ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്ന് വിളിച്ച് ചക്രവർത്തിയേക്ക് ആദരവ് അർപ്പിക്കാൻ ജനങ്ങളൊക്കെയും ഞായറാഴ്ച ടൗൺ സ്ക്വയറുകളിൽ ഒരുമിച്ച് കൂടണം. എന്നാൽ കർത്താവും ദൈവവും എന്ന് വിളിക്കാൻ ഒരേ ഒരാളെ യോഗ്യനായിട്ടുള്ളൂ, അത് മരണത്തെ മറികടന്ന് ഉദ്ധാനം ചെയ്ത നസറായന ഈശോയാണെന്ന് അറിയാവുന്ന വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ആദിമസഭ ഞായറാഴ്ചകളിലെ ചക്രവർത്തി കൂട്ടായ്മകൾ പൂജയുടെ ഉത്സവങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. അവർ കർത്താവിന്റെ മേശ ആചരിപ്പിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടും. ഒന്നുകിൽ ഭൂഗർഭ സെമിത്തേരികളിൽ, അവരുടെ രഹസ്യ സങ്കേതങ്ങളിൽ. അങ്ങനെ ചക്രവർത്തി പൂജയ്ക്ക് ടൗൺ ഹാളുകളിൽ നിന്ന് മാറി നിൽക്കുന്ന വിശ്വാസികളെ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൽ ദേശവിരുദ്ധരായിട്ട്, ചക്രവർത്തിക്ക് എതിരെ നിൽക്കുന്ന ക്രിമിനലുകളായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, കുറ്റം ആരോപിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ സഭയെ, ആദിമസഭയെ പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട്. ആദിമസഭ പീഡനമേറ്റത് ചക്രവർത്തിയുടെ പ്രതിമയുടെ മുമ്പിൽ മുട്ടുകുത്താനുള്ള മടി കൊണ്ടാണ്. മരണത്തെ മറികടന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ദോമിനൂസ് എത്തു ദേവൂസ് നോസ്തർ, ഞങ്ങളുടെ കർത്താവും ദൈവവുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ചതുകൊണ്ടാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത്. വീട്ടിൽ യേശുവിനെ ആരാധിക്കുകയും പുറത്തു വന്ന് ചക്രവർത്തിയുടെ രൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ധൂപമർപ്പിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ ചുമ്മാ വിളിച്ചു പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, അല്പവിശ്വാസികളായിരുന്നെങ്കിൽ ഒരു ക്രിസ്ത്യാനികളും ലോകത്ത് പീഡിപ്പിക്കപ്പെടുകയില്ലായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ ഒരിക്കലും ദേശദ്രോഹികളായിട്ട്, കുറ്റവാളികളായിട്ട് അറിയപ്പെടുകയില്ലായിരുന്നു. അവരേറ്റ പീഡനങ്ങളൊക്കെയും ഒരൊറ്റ കർത്താവും ദൈവവും ഉള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിലാണ്. മുട്ടുകുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് മരണത്തെ മറികടന്ന സർവശക്തന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച നിലപാടിന്റെ പേരിലാണ് പ്രിയരെ ആദിമസഭ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, പദവി നിലനിർത്തുന്നതിന് വേണ്ടി എവിടെയും കുമ്പിടാനും ആരെയും ആരാധിക്കാനും ഏത് വഴിപാട് കഴിക്കാനും മനസ്സില്ലാത്ത ക്രിസ്ത്യാനിയുടെ അല്പവിശ്വാസത്തിന്റെ ആഴം നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് കർത്താവിന്റെ സഭയെ ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ദൈവത്തെ മറയ്ക്കുന്ന ഒരു ഭീകരമായ വിപത്തുകളിൽ രണ്ടാമത് നിൽക്കുന്നതാണ്
ഇന്ന് അമിതമായി പ്രചരിക്കുന്ന മതനിരപേക്ഷത എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും ആദരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തിൽ പോയി പങ്കുചേരുന്നുവെന്നല്ല, എല്ലാ മതങ്ങളുടെയും ആരാധന പോയി പങ്കുചേരുന്നുവെന്നല്ല. മതങ്ങളെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. ആരാധിക്കേണ്ടതും കുമ്പിടേണ്ടതും പൂജിക്കേണ്ടതും മരണത്തെ മറികടന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ പിതാവായ ദൈവത്തെയുമാണെന്നുള്ള സത്യം ദൈവത്തിൻ്റെ ജനം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ആ വിശ്വാസത്തിന് പകരം ഈ ലോകത്തിലെ ഒരു പദവിക്കും ഒരു സ്ഥാനമാനത്തിനും വിലയില്ലെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:26 ഈശോ പറയും, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആരാധിക്കുന്നതിൽ, സത്യവിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ എന്ത് നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തു പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള നമ്മുടെ കടമ, ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്താനുള്ള നമ്മുടെ കടമ, അത് നമ്മൾ തിരിച്ചറിയണം. അമിതമായ മതേതരത്വം ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണെന്നും സത്യവിശ്വാസത്തിൽ വളർന്ന വലിയ കലർപ്പാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഈ കാലത്ത് യേശു കർത്താവാണെന്നും അവൻ ദൈവമാണെന്നും അവൻ ഏക രക്ഷകനാണെന്നും ഏറ്റുപറയാനുള്ള വിശ്വാസത്തിന്റെ ഉറപ്പാണ് ഈ കാലത്ത് ദൈവത്തിന്റെ ജനത്തിന്, സഭയ്ക്ക് പലയിടങ്ങളിലും കൈമോശം വന്നു പോകുന്നത്. ആ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി ഈ കൺവെൻഷനിൽ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് മറ്റൊരു വലിയ പ്രതിസന്ധി, ദൈവത്തെ, വിശ്വാസത്തെ മറയ്ക്കുന്ന വലിയൊരു പ്രതിസന്ധി ലോകം മുഴുവൻ പെരുകി വരുന്ന മത തീവ്രവാദ ചിന്തകളാണ്. ഒരു പുതിയ സെൻസസ് പറയുന്നത് ലോകത്തിൽ ഓരോ 5 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ആ ക്രിസ്ത്യാനി മോഷണം നടത്തിയതിൻ്റെ പേരിൽ, കൊലപാതകം നടത്തിയതിൻ്റെ പേരിൽ, ക്രിമിനൽ കുറ്റം ചെയ്തതിൻ്റെ പേരിലല്ല, അയാൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നു എന്നതിൻ്റെ കാരണത്തിൽ മാത്രം ഓരോ 5 മിനിറ്റിലും ഓരോ ക്രിസ്ത്യാനി കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ 5 മിനിറ്റിലും വിശ്വാസത്തിന് വേണ്ടി ഓരോ ആത്മബലികൾ നടക്കുന്ന, ഓരോ ക്രൈസ്തവന്റെ രക്തം വീഴുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇന്ന് വിശ്വാസം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി, ദൈവത്തെ മറയ്ക്കുന്നത് വർദ്ധിച്ചു വരുന്ന മത തീവ്രവാദങ്ങളാണ്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നോർത്ത് ഇന്ത്യയിലെ, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇന്ന് ഭീകരമായ തീവ്ര നിലപാടുള്ള മത സാമുദായിക സംഘടനകൾ ക്രൈസ്തവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാക്കുന്നുണ്ട്. ക്രൈസ്തവരായ സന്യാസിനിമാരെ തിരുവസ്ത്രങ്ങളുടെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്, അവർ അപമാനിക്കപ്പെടുന്നുണ്ട്, പുരോഹിതരെ അന്യായമായി കുറ്റം ചാർത്തി ജയിലിൽ അടയ്ക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. പരിവാർ സംഘടനകൾ വിലക്കെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും കഷ്ടതയിലും കണ്ണുനീരിലുമാണ് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ സഭ ജീവിക്കുന്നത്. അപ്പോൾ പെരുകി വരുന്ന തീവ്ര ചിന്ത എന്ന് പറയുന്നത്, മതം പെരുകുമ്പോൾ, തലയ്ക്ക് പിടിക്കുമ്പോൾ ക്രിസ്ത്യാനി ജീവിക്കുന്ന അപകടമായിട്ട് കണക്കാക്കുന്ന ആളുകളുണ്ട്. ഉത്തരേന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഈ ഹിന്ദി ഭാഷയിലൊക്കെ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആക്രോശിക്കുന്ന ആളുകളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹിന്ദി ഉൾപ്പെടെയുള്ള പ്രാദേശിക ഉത്തരേന്ത്യൻ ഭാഷകൾ വളർത്തിയെടുക്കുന്നത് ഇവിടെ 18-ാം നൂറ്റാണ്ടിലത്തെ ക്രൈസ്തവ മിഷണറിമാരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമായിട്ട് മാറുന്നതിന് വേണ്ടി ഏറ്റവും സംഭാവന ചെയ്ത ഒരു വിഭാഗം ഇന്നിവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇനി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നാൽ അമിതമായ സെക്കുലറിസത്തിന്റെ വളർച്ച കൊണ്ട് പടിഞ്ഞാറൻ സംസ്കാരത്തിൽ ക്രിസ്തുമതം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ മൂല്യങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുന്നതിൽ സെക്കുലറിസത്തിന്റെ വക്താക്കളായ ആളുകൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുവിശേഷത്തിനെതിരായ, ക്രിസ്തീയ ധാർമ്മികതയ്ക്കെതിരായ നിയമങ്ങൾ പാസാക്കിക്കൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്തുകൊണ്ട് വിശ്വാസത്തെയും ക്രിസ്തുമതത്തെയും പീഡിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദം ക്രൈസ്തവരെ നശിപ്പിക്കുന്നതിനുള്ള എല്ലാ കോപ്പും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദിനം പ്രതി എന്നോണം നൂറുകണക്കിന് ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ തീവ്രവാദത്തിന്റെ വളർച്ചയാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഈ തീവ്രവാദത്തിന്റെ വളർച്ച, ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അസഹിഷ്ണുത, തീവ്രാശയക്കാരുടെ ആക്രമണങ്ങൾ കഴിഞ്ഞ 10-15 വർഷങ്ങളായി പല രൂപത്തിൽ കേരള സഭ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ പറ്റാതെ കുഞ്ഞാട് കണക്ക് ചുറ്റും പെരുകി വരുന്ന ചെന്നായ്ക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് പോയിട്ട് അത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിസ്സഹായതയുടെ കുഞ്ഞാട് രൂപമായിട്ട് കേരള സഭ നിൽക്കുമ്പോഴാണ് നമ്മൾ ജാഗ്രതയുടെ ഉൾക്കണ്ണ് പ്രിയപ്പെട്ടവരെ തുറക്കേണ്ടത്, അപകടങ്ങളെ തിരിച്ചറിയേണ്ടത്. മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട്, നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട്, ആത്മീയാചാര്യന്മാരുടെ ധാർമ്മിക അടിത്തറകൾ നശിപ്പിക്കാൻ ബോധപൂർവം പരിശ്രമിച്ചുകൊണ്ട്, നമ്മുടെ ആരാധനാലയങ്ങളിൽ പോലും കടന്നുകയറി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട്, നമ്മുടെ സന്യസ്തരെയും പുരോഹിതരെയും ആക്ഷേപിക്കുന്ന സിനിമകൾക്ക് ഒത്താശ ചെയ്തുകൊണ്ട്, ഫണ്ടിങ് ചെയ്തുകൊണ്ട്, ക്രൈസ്തവ മൂല്യങ്ങളെയും ബിംബങ്ങളെയും കൂദാശകളെ പോലും ആക്ഷേപിക്കുന്ന സിനിമകൾ ഇറക്കിക്കൊണ്ട് യുവതലമുറയെ വഴിതെറ്റിച്ചുകൊണ്ട് പല രൂപത്തിൽ, പല ഭാവത്തിൽ ഈ തീവ്ര ചിന്ത കേരളത്തിൽ രൂഢമൂലമായി വളർന്നത് നമ്മൾ ജാഗ്രതയോടെ തിരിച്ചറിയണം. ഇതൊന്നും നിഷ്കളങ്കരായ മനുഷ്യരുടെ ആവിഷ്കാരങ്ങളല്ല, തീവ്ര നിലപാടുകാരുടെ വിഷം ഇതിന്റെ പിറകിലുണ്ടെന്ന് തിരിച്ചറിയാൻ ഇനിയും വൈകാനോ, ആ തിരിച്ചറിവിന് നൽകുന്ന നിലവിളികളെ പരിഹസിച്ച് അവസാനിപ്പിക്കാതിരിക്കാനോ ഉള്ള ഒരു ജാഗ്രതയും ആത്മാർത്ഥതയും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കാണിക്കണം. പീഡിപ്പിക്കപ്പെടുന്ന കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, ലോകമെങ്ങും വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ ശക്തിപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കടമയുണ്ട്. അപ്പോൾ തീവ്രവാദം ഇന്ന് ദൈവത്തെ മറയ്ക്കുന്ന, വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഭീകരമായ ഒരു വിപത്തായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലത്ത് ദൈവത്തെ മറയ്ക്കുന്ന, വിശ്വാസത്തെ മറയ്ക്കുന്ന ഭീകരമായ ആക്രമണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ദൈവത്തെ മറയ്ക്കുന്ന, വിശ്വാസം നശിപ്പിക്കുന്ന ഈ കാലത്തിന്റെ വലിയൊരു ഭീഷണിയാണ് സഭയ്ക്കുള്ളിൽ പെരുകി വരുന്ന ഒരു ആന്തരിക ജീർണതയുണ്ട്. വിശ്വാസത്തിന്റെ ആന്തരിക ശക്തി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ അടയാളം വിശ്വാസികളിൽ കാണപ്പെടുന്ന അനൈക്യമാണ്. ഇന്ന് കേരള സഭ കടന്നു പോകുന്ന, തിരുസഭ പല പ്രദേശങ്ങളിൽ കടന്നു പോകുന്ന ഈ ആന്തരികമായ അനൈക്യമാണ് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു എന്നുള്ളതിന്റെ അടയാളം. യോഹന്നാന്റെ സുവിശേഷം 11:52 കർത്താവിന്റെ പരമയാഗത്തിന്റെ അർത്ഥം എന്താണെന്ന് വത്സല ശിഷ്യൻ യോഹന്നാൻ പറയും. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ അവർക്ക് വേണ്ടി മരിക്കുന്നത് നല്ലതാണെന്ന് പ്രധാന പുരോഹിതനായ കയ്യാഫ പറയുമ്പോൾ യോഹന്നാൻ അതിന് അടിക്കുറപ്പ് ചേർക്കാണ്. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന മുഴുവൻ ദൈവമക്കളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് അവന്റെ പരമയാഗം, കുരിശിലെ ആത്മബലി. യേശുക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി മാറിയത് നമ്മളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ ശത്രുതയുടെ മതിലുകൾ തകർക്കാൻ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും തന്നിൽ ഒന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാൽവരിയുടെ മുകളിൽ കുരിശിൽ അവന്റെ അവസാന തുള്ളി രക്തവും വീഴ്ത്തിയത്. അങ്ങനെയെങ്കിൽ പരസ്പര ശത്രുതയിൽ, ഭിന്നതയിൽ, ആന്തരിക ശൈഥില്യങ്ങളിലായിരിക്കുന്ന ദൈവത്തിന്റെ സഭ കർത്താവിന്റെ പരമയാഗത്തിന്റെയും അവന്റെ ആത്മബലിയുടെയും അവന്റെ തിരുനീണത്തിന്റെയും വില തിരിച്ചറിയാതെ പോകുന്ന സമൂഹമാണ്. അവൻ കുരിശിൽ രക്തം ചിന്തിയത് പ്രിയരെ നമ്മെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഭയിൽ വളർത്താൻ ഓരോ വിശ്വാസി ശ്രമിക്കേണ്ടത് ഐക്യത്തിന്റെ അരൂപിയാണ്. ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അനൈക്യവും ഭിന്നതയും സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ, ഒന്നായിരിക്കേണ്ട സഭയെ ശിഥിലമാക്കുന്നു എന്നുള്ളതാണ്. തുന്നലില്ലാത്ത നെയ്യപ്പെട്ട കർത്താവിന്റെ മേലങ്കിയെക്കുറിച്ച് സുവിശേഷന്മാർ പറയും. തുന്നലില്ലാതെ നെയ്യപ്പെട്ട മേലങ്കി, കത്രിക വയ്ക്കാത്തത്, കഷ്ണങ്ങളാക്കാത്തത്. ഈ മേലങ്കി അവന്റെ സഭയുടെ ഒരു ബിംബമാണ്, അവന്റെ സഭയുടെ ബിംബമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന അവന്റെ സഭ ഇതുപോലെ ഒന്നായിരിക്കണം. ഏച്ചുകെട്ടുകളോ കൂട്ടിച്ചേർക്കലുകളോ കത്രികപ്പാടുകളോ ഇല്ലാത്ത, ഭിന്നതയുടെ വടുക്കളില്ലാത്ത, അനൈക്യത്തിന്റെ ശേഷിപ്പുകളില്ലാത്ത ഒരു ഗാത്രമായിരിക്കണം, ശരീരമായിരിക്കണം അവന്റെ സഭയെന്നാണ്.
അതുകൊണ്ടാണ് വേർപാടിന്റെ അവസാന നിമിഷത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കണം. ഈ ഒരുമയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ സഭയിലെ വിശ്വാസികൾക്ക് കടമയുണ്ട്, പുരോഹിതർക്ക് കടമയുണ്ട്, സന്യസ്തർക്ക് കടമയുണ്ട്, മേൽപ്പട്ടക്കാർക്ക് കടമയുണ്ട്. അനൈക്യത്തിന്റെ അശുദ്ധ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള ജാഗ്രത നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ അനൈക്യം പെരുകി വരുമ്പോഴാണ് നമുക്ക് പ്രാദേശിക ചിന്തകളും താല്പര്യങ്ങൾക്കും പ്രാധാന്യം കിട്ടും. തെക്കൊരു താല്പര്യം, നടുക്കൊരു താല്പര്യം, വടക്കൊരു താല്പര്യം. സഭയ്ക്ക് സ്വന്തമായിട്ടൊരു ആശയമില്ല, ഒരു താല്പര്യങ്ങളില്ല, കൂട്ടായിട്ടൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളില്ല. ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തനിയെ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണുകയാണ്. വിശ്വാസം തകരുമ്പോൾ അനൈക്യമുണ്ടാകും. അനൈക്യം വളർന്നുമ്പോൾ പ്രാദേശികമായ സങ്കുചിത താല്പര്യങ്ങൾക്ക് പുറകെ മനുഷ്യർ പോകും. പൊതുവായ ലക്ഷ്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ, സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ, ആത്മാവിലുള്ള കൂട്ടായ്മയോ, എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി സന്തോഷം പൂർണ്ണമാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ശക്തമായ വചനമാണ്. ശ്രദ്ധിച്ചു നോക്കി. ഈ കാലത്ത് പരിശുദ്ധാത്മാവ് അനൈക്യം കൊണ്ട്, സങ്കുചിത താല്പര്യങ്ങൾ കൊണ്ട്, പ്രാദേശിക താല്പര്യങ്ങൾ കൊണ്ട് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സഭയോട് പറയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്നേഹം യേശു ക്രിസ്തുവിൽ നിന്നുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിക്കണം, ഒരേ സ്നേഹത്തിൽ വർത്തിക്കണം, ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരാവണം. ഇന്ന് നമുക്കില്ലാതെ പോകുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഒരു സ്നേഹത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഒരഭിപ്രായവും ഒരു ഐക്യവും ഉണ്ടാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭിന്നത നമ്മളെ നശിപ്പിച്ച് കളയാണ്. അതിന്റെ ഫലം എന്താണ്? നമുക്ക് സന്തോഷമില്ലാത്തവരായിട്ട് മാറും. സന്തോഷമില്ലാത്തൊരു സമൂഹമായിട്ട് ക്രൈസ്തവർ മാറുന്നത് ഈ ഭിന്നതയുടെ, ഈ അനൈക്യത്തിന്റെ വിടവ് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ്. അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിൽ ഒരേ സ്നേഹത്തിൽ വർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സഭയെ അങ്ങ് ഒരുമിപ്പിക്കണമേ. അങ്ങയുടെ അമൂല്യമായ രക്തം കൊടുത്ത് അങ്ങ് വീണ്ടെടുത്ത സഭയെ കർത്താവെ ചിതറിച്ചു കളയാതെ നിന്റെ മേലങ്കി പോലെ ഒന്നാക്കി മാറ്റണമേ. ഈ കാലത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട്, സങ്കുചിത ചിന്തകൾ കൊണ്ട്, പ്രാദേശിക താല്പര്യങ്ങൾ കൊണ്ട് നിന്റെ സഭയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും നീ ചിതറിക്കണമേ എന്നാണ് ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, വിഭാഗീയതയും ഭിന്നതകളും ഞങ്ങൾ ഇന്ന് അകറ്റണമേ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ സമാധാനവും ഐക്യവും നീ പുലർത്തണമെന്നാണ്. സഭയും രാഷ്ട്രങ്ങളെ ഐക്യത്തിൽ സംരക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, വിശ്വാസത്തിന്റെ ആന്തരിക ബലം നഷ്ടപ്പെടുമ്പോഴാണ് ഐക്യമില്ലാതാവുന്നത്. അതുപോലെ തന്നെ ഈ കാലത്തെ വലിയൊരു പ്രതിസന്ധിയാണ് നമുക്ക് ഒരു പൊതുവായ ലക്ഷ്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. തനിയെ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് അധ്വാനിക്കുന്നു. ഓരോ രൂപതകൾ ഓരോ പോളിസി കൊണ്ടുവരുന്നു, ഓരോ സന്യാസ സമൂഹങ്ങൾ ഓരോ പോളിസി കൊണ്ടുവരുന്നു. അവരവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഇതിനൊന്നും പൊതുവായൊരു ലക്ഷ്യമില്ലാത്ത ചെതറിപ്പോവുകയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. നമുക്കൊരു ടാർഗറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ കാലത്ത്. ആ ടാർഗറ്റുള്ള ചില സമുദായങ്ങൾ, ചില ആളുകൾ ഒരുമിച്ച്, അത് ദേശത്തിനും ഭാഷയ്ക്കും രാജ്യത്തിനും സംസ്കാരത്തിനും അതീതമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവർ ആധിപത്യം സ്ഥാപിക്കുന്നത് കണ്ടിട്ടും തിരിച്ചറിയാതെ പിന്നെയും പിന്നെയും അനൈക്യത്തിലും ഭിന്നതയിലും നമ്മൾ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുകയാണ്. കർത്താവിനെ നമ്മൾ, ദൈവത്തിന്റെ സഭയെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ടവരെ, ഐക്യത്തിൽ ഒരുമയിൽ വളരാനുള്ള ഏറ്റവും അവസാനത്തെ മണിക്കൂറാണിതെന്നുള്ളതാണ്. ഇപ്പോഴല്ലെങ്കിൽ ഇനി ഒരുമിക്കാൻ ഒരു കാലമോ അവസരമോ ഇല്ലാത്ത വിധം നമ്മൾ ചിതറിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഒരുമിച്ചിട്ട് കാര്യം? അതുകൊണ്ട് ഈ കാലത്ത് ഒരുമയുടെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ അനൈക്യത്തിൻ്റെയും ഭിന്നതയുടെയും അവസരങ്ങൾ സൃഷ്ടിച്ച് സ്വയം വിവസ്ത്രരായി നിൽക്കുന്ന സകലർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, തിരുസഭയിൽ ഐക്യമുണ്ടാവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം.
വിശ്വാസത്തെ, ദൈവത്തെ മറയ്ക്കുന്ന ഈ കാലത്തിന്റെ അന്ധകാര ശക്തികളെ നമ്മൾ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും വേണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് ലേഖനത്തിന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്കിനിയും ബോധ്യമായിട്ടില്ലേ? ഈ മിസ്പാ കൺവെൻഷൻ വിശ്വാസത്തെ പരീക്ഷിക്കാൻ, പരിശോധിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കറിയാനുള്ള അവസരമാണ്. പരീക്ഷിക്കേണ്ടത് മറ്റാരെയുമല്ല, നമ്മളെ തന്നെ പരീക്ഷിക്കണം, നമ്മളെ തന്നെ പരിശോധിക്കണം. സ്വന്തം ആത്മാവിനെ പരിശോധിക്കാൻ, സ്വന്തം വിശ്വാസത്തെ പരിശോധിക്കാൻ, ആ വിശ്വാസത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാണിത്. വിശ്വാസത്തിന്റെ ആന്തരിക ബലം പലയിടത്തും നഷ്ടപ്പെട്ട് നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ ശ്ലീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അപ്പസ്തോലന്മാർ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയുടെ ഒരുപാട് അത്ഭുതങ്ങൾക്ക്, അവിടുന്ന് പ്രവർത്തിച്ച ഒരുപാട് അടയാളങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഈ അപ്പസ്തോലന്മാർ. അവിടുന്ന് അന്ധന് കാഴ്ച കൊടുക്കുന്നവർ കണ്ടു, കുഷ്ഠരോഗിയെ സുഖപ്പെടുന്നത് കണ്ടു, അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു. ഈ അപ്പസ്തോലന്മാർ കർത്താവിനോട്, കർത്താവെ, ഇതിലേതെങ്കിലും ഒരു ടെക്നിക്ക് പഠിപ്പിക്കണം, ഇതേതെങ്കിലുമൊക്കെ അത്ഭുതം ചെയ്യാനുള്ള ശക്തി തരണമെന്നല്ല പറഞ്ഞത്, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ മറയ്ക്കാൻ തിന്മ സകല ഭാവങ്ങളോടെയും ശ്രമിക്കുന്ന ദൈവഗ്രഹണത്തിന്റെ ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഓരോ വിശ്വാസിയും എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അപ്പസ്തോലന്മാരുടെ ഈ പ്രാർത്ഥനയാണ്. ലൂക്ക 17:5 ദൈവവചനമാണ്, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇപ്പൊ ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ഇത്തിരിപ്പോന്ന വിശ്വാസം കൊണ്ട് കർത്താവ്, ഈ കാലത്തിന്റെ വെല്ലുവിളികളെ മറികടക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ ഉള്ളിലുള്ള ഇത്തിരിപ്പോന്ന വിശ്വാസം കൊണ്ട് ഈ കാലമുയർത്തുന്ന പ്രലോഭനങ്ങളെ മറികടക്കാൻ പറ്റുന്നില്ല. അത്രമേൽ ഭൗതിക ചിന്ത, ലോകത്തിന്റെ ആകർഷണങ്ങൾ, ജഡത്തിന്റെ ആകർഷണങ്ങൾ, ഇതൊക്കെയും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ വരികയാണ്. ഇപ്പോൾ ഉള്ളിലുള്ള ഇത്തിരിപ്പോന്ന വിശ്വാസം കൊണ്ട് തിന്മയുടെ വർദ്ധിത വീര്യത്തോടെയുള്ള പ്രലോഭനങ്ങളെ, വഞ്ചനാത്മകമായ പെരുമാറ്റത്തെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിക്കണം, വർദ്ധിച്ച വിശ്വാസം വേണം. ഇപ്പോഴുള്ള ഇത്തിരി പോന്ന വിശ്വാസമല്ല, വർദ്ധിച്ച വിശ്വാസം കൊണ്ട് കർത്താവിനുള്ള നമ്മുടെ ആശ്രയബോധത്തെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ വർദ്ധിച്ച, വളർന്ന ഒരു വിശ്വാസം വേണം. അതുകൊണ്ട് അപ്പസ്തോലന്മാരെ പോലെ ഈ കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. വിശ്വാസം വളരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് വളരുന്നത് കൂട്ടായ്മയാണ്, ഐക്യമുണ്ടാവും. ആദിമസഭയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം പറയും, വിശ്വാസികളുടെ സമൂഹം ഒരാത്മാവും ഹൃദയവുമായിരുന്നു. വിശ്വാസികളുടെ സമൂഹത്തിന് ദൈവം കൊടുക്കുന്ന കൃപയാണ് ഐക്യമെന്ന് പറയുന്നത്. രണ്ടാമത്, വിശ്വാസം വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഭൗമികമായ സന്തോഷം നിറയും. ഫിലിപ്പി ലേഖനത്തിന് 4:4 പൗലോസ്ലീഹ പറയും, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. കർത്താവായ ഈശോ മിശിഹായിൽ ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ വിശ്വാസം നമ്മിൽ വളരണം. വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് സന്തോഷമില്ലാത്ത വിശ്വാസികൾ ഉണ്ടാവുന്നു. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ സന്തോഷമില്ല. വിഷാദഭരിതരായി ദൈവജനം കൂട്ടായ്മയ്ക്ക് വരും, തിരിച്ചു പോകും. യഥാർത്ഥ വിശ്വാസത്തിൽ ജ്വലിച്ചു നിന്നപ്പോഴാണ്, ആദിമസഭയെക്കുറിച്ച് പറയും, അവർ ആഹ്ലാദത്തോടെയാണ് കൂട്ടായ്മകളിൽ പങ്കെടുത്തത്. അവർ അപ്പം മുറിക്കാൻ വന്നത്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേൾക്കാൻ വന്നത്, പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 12-ാം വചനം പറയും, ആഹ്ലാദത്തോടെയാണ്. അവർക്ക് ആഹ്ലാദിക്കാൻ എന്താണ് ആ കാലത്തുണ്ടായിരുന്നത്? യഹൂദർ അവരെ അസൂയയോടെ, വിദ്വേഷത്തോടെ വേട്ടയാടുന്നു, സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നു. വിജാതിയർ കുരിശിൽ തറയ്ക്കപ്പെട്ട് ലോകത്തിന്റെ ദൃഷ്ടിയിൽ പരാജയപ്പെട്ട നസറത്തിലെ യേശുവിനെ ദൈവമാണെന്ന് പ്രഘോഷിക്കുന്നവരെ
പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി നോക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, വിജാതിയർക്ക് ഭോഷത്വമായ നസറായനെ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. അവർ പറഞ്ഞതും പ്രഘോഷിച്ചതും വിജാതീയ ലോകത്തിന്റെ മുമ്പിൽ ഒരു ഫോള്ളിയായിരുന്ന, ഭോഷത്വമായിരുന്ന യേശു ക്രിസ്തുവിനെയാണ്. അവഹേളനവും നിന്ദയും ഒറ്റപ്പെടലും ആക്രമണങ്ങളും പീഡനവും മാത്രമുള്ള ഒരു സഭയ്ക്ക് എങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റി? ഒറ്റ കാരണമേ ഉള്ളൂ, വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ഏത് പീഡനങ്ങളുടെ നടുക്കും കർത്താവിന്റെ സഭ അവനിൽ ആനന്ദിച്ചു. ആ ബോധ്യത്തിൽ നിന്നാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കണം. പീഡനങ്ങളുടെ നടുവിൽ നിന്ന മനുഷ്യനാണ് പറയുന്നത് സന്തോഷിക്കണമെന്ന്. 40-ലേറെ തവണ പ്രഹരിക്കപ്പെട്ട മനുഷ്യൻ, പലകുറി കാരാഗ്രഹത്തിൽ അകപ്പെട്ട മനുഷ്യൻ, സ്വന്തക്കാരിൽ നിന്നും സ്വന്തം വീട്ടുകാരിൽ നിന്നും ആക്രമണം നേരിട്ട മനുഷ്യൻ, വിജാതിയിൽ നിന്ന് അക്രമം നേരിട്ട മനുഷ്യൻ, കടലിലും കരയിലും അലഞ്ഞ മനുഷ്യനാണ് പറയുന്നത്, നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കണം. അങ്ങനെ പൗലോസ്ലീഹായ്ക്ക് പറയാൻ പറ്റിയത് ആ പ്രേക്ഷിതന്റെ ഉള്ളിലെ ജ്വലിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസം വളരുമ്പോൾ കർത്താവിൻ്റെ സഭയിൽ സന്തോഷമുണ്ടാവും. വിശ്വാസം വളരുമ്പോഴാണ് മൂന്നാമത് പങ്കുവയ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തിനാണ് വിശ്വാസികൾ പങ്കുവയ്ക്കുന്നത്? സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സഭയ്ക്ക് കൊടുക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള പങ്കുചേരലാണ്. അതൊരു നഷ്ടമല്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ടവർ, ഒരു വിശ്വാസിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരവിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും കൊടുക്കുന്ന പങ്കുവയ്ക്കുന്ന ഒരു നഷ്ടമാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് അത് സ്വർഗത്തിലുള്ള ഒരു നിക്ഷേപമാണ്. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത അക്ഷയ നിക്ഷേപം സൂക്ഷിക്കാനുള്ള വഴിയാണ് പങ്കുവയ്പ് ഒരു വിശ്വാസിക്ക്. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായിരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് അനൈക്യം, വിഷാദം, സ്വാർത്ഥത, അവിശ്വാസം ലക്ഷണങ്ങളായി പെരുകുമ്പോൾ അപ്പസ്തോലന്മാരെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലത്ത് വിശ്വാസത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരുന്നതൊപ്പം തന്നെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ ഈ കാലത്ത് നമ്മളെല്ലാം പരിശ്രമിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അത് തിരുസഭയിലുള്ള വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. തിരുസഭയിലുള്ള വിശ്വാസം വളരുന്നതിന്, ആഴപ്പെടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ ഈ കാലത്ത് സാത്താൻ വളരെ തന്ത്രപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിലുള്ള വിശ്വാസം നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളെയും ബുദ്ധിജീവികളെയും സ്വതന്ത്ര ചിന്തകരെയും നിരീശ്വരവാദികളെയും ഒക്കെ സാത്താൻ പ്രലോഭിപ്പിക്കും തിരുസഭയ്ക്കെതിരെ നിരന്തരമായ അക്രമങ്ങൾ നടത്താൻ. ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ ഇന്ന് ഈ തിന്മയുടെ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവർ പല മേഖലകളിലും സത്യം അവർ പൂഴ്ത്തിവെക്കും. പല മേഖലകളിൽ അവർ സത്യം പൂഴ്ത്തിവെക്കും. ഇന്ന് ലോകത്തിലെ ലീഡിംഗ് മാധ്യമങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അവരെവിടെയാണ് സത്യം പറയുന്നത്? അവർ പലസ്തീനികളുടെ ദൈന്യതയെക്കുറിച്ച് അവർ വാദോരാതെ പറയും. സേവ് ഗാസ എന്ന് അവർ അലമുറയിടും, അവർ ചർച്ചകൾ നടത്തും. എന്നാൽ അതേ സമയത്ത് പീഡിപ്പിക്കപ്പെടുന്ന, പിറന്ന ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട നഗോർണോയിലെ, കാരബാക്കിലെ അർമേനിയൻ ക്രൈസ്തവരെ കുറിച്ച് ഈ കെട്ടമാധ്യമങ്ങൾ നിശബ്ദത പുലർത്തും. നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ് മാധ്യമങ്ങൾ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നത്. പാലസ്തീനായിലെ മനുഷ്യർക്കുള്ള അവകാശം നഗോർണോയിലെയും കാരബാക്കിലെയും അർമേനിയൻ ക്രൈസ്തവർക്കില്ലേ? 18-ാം നൂറ്റാണ്ടിൽ പാലസ്തീനായിൽ താമസിച്ചവരെ വന്നവരോ അല്ല. AD 300-ാം ആണ്ട് തൊട്ട് അവിടെ താമസിച്ച മനുഷ്യരെയാണ് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം, ഇസ്ലാമിക രാജ്യം, ഭരണകൂടം
പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. ലോകത്തിലെ ഒരു മാധ്യമങ്ങളും ഇതറിയത്തില്ല. അവർക്കതൊരു വിഷയമേ അല്ല. ക്രിസ്ത്യാനിയുടെ പീഡ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വിഷയമല്ല. അവൻ്റെ ഒഴുകിപ്പരക്കുന്ന ചോര അവർക്ക് വിഷയമല്ല. നമ്മൾ ഓർക്കണം, മെഡിറ്ററേനിയൻ കടലിനെ ചുവപ്പിച്ച 21 കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ ചോരയുടെ കഥ. അത് 21 മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ അത് ആഘോഷിച്ചേനെ? ഇതാണ് പൈശാചികമായ ഇരട്ടവാദ നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് തിരുസഭയെ നശിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഇന്ന് മാധ്യമങ്ങൾ തിന്മയുടെ കൂട്ടു നിൽക്കുകയാണ്. സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയാണ്. ഇന്ന് തിരുസഭയിലുള്ള വിശ്വാസം നശിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും ആസൂത്രിതമായ ഒരു ശ്രമം, അത് ക്രൈസ്തവ നാമധാരികളായ സ്വതന്ത്ര ചിന്തകർ തൊട്ട് പുരോഗമനവാദികൾ തൊട്ട് യുക്തിചിന്തകർ തൊട്ട് പലരും പറയുന്ന സെക്കുലറിസ്റ്റുകളൊക്കെയും പറയുന്ന കാര്യം, ഈ സഭയെ കൊള്ളരുതാത്തുള്ളൂ, യേശുക്രിസ്തു മഹാനായ ആളാണ്. വി റെസ്പെക്ട് ക്രൈസ്റ്റ്, വി റെസ്പെക്ട് ജീസസ്, ബട്ട് വി ഡോണ്ട് ദ ചർച്ച്. ഇങ്ങനെയുള്ള ആളുകൾ പലയിടത്തും ആദരണീയരായിട്ട് പ്രത്യക്ഷപ്പെടും. അവർ യേശുവിനെ കുറിച്ച് പറയും, സഭയെ അവർ മോശമാക്കി പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്ത് തിരുസഭ ഇല്ലാതായി പോയ എവിടെയെങ്കിലും ആരെങ്കിലും യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറയാൻ അവശേഷിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സഭ വേണം. സഭ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സിറിയയിൽ ലോകത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർ വിളിക്കപ്പെട്ട അന്ത്യോക്യ നിലകൊള്ളുന്ന സിറിയയിൽ എവിടെയാണെന്ന് ക്രൈസ്തവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? സഭയുടെ അടിസ്ഥാനങ്ങളും ആസ്ഥാനങ്ങളും മുഴുവൻ നശിപ്പിക്കപ്പെട്ട അവിടെ എവിടെയാണ് ഇന്ന് യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനും മിശിഹായുമായിട്ട് ഏറ്റുപറയാനൊരു സമൂഹമുള്ളത്? തുർക്കിയിൽ, ഇറാഖിൽ, പേർഷ്യൻ ഇറാനിൽ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത രാജ്യങ്ങളിൽ സഭ ശിഥിലമായി പോയെടുത്ത്, സഭയെ പീഡിപ്പിച്ച് കഥാവശേഷമാക്കിയെടുത്ത് ആരാണ് യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ട് ഏറ്റുപറയാനുള്ളത്? അതുകൊണ്ട് സഭ നിലനിൽക്കുന്നിടത്ത് മാത്രമേ യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ട് ആരാധിക്കാൻ ഏറ്റുപറയാൻ ഒരു സമൂഹമുണ്ടാവൂ. അതുകൊണ്ടാണ് പറയുന്നത്, സഭയും ഈശോ മിശിഹായി രണ്ടല്ല, ഒന്നാണ്. ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി അതിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. കൊളോസോസിലെ സഭയ്ക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ വചനം പറയാണ്, അവനാണ് എല്ലാറ്റിലും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു, അവൻ സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. പൗലോസ്ലീഹ പറയാണ്, അവനാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു, അവൻ സഭയാവുന്ന ശരീരത്തിന്റെ ശിരസാണ്. തലയിൽ നിന്ന് ഉടല് വെട്ടിമാറിയാൽ ഉടലിനോ ശിരസിനോ പിന്നെ ഒരു നിലനിൽപ്പില്ല. ക്രിസ്തുവിൽ നിന്ന് മാറ്റി ഒരു സഭയില്ല, സഭയിൽ നിന്ന് മാറിയിട്ട് ഒരു യേശുവുമില്ല. ഈ സഭ അവൻ്റെ ശരീരവും അവൻ അതിൻ്റെ ശിരസുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുന്ന പോലെ അവൻ്റെ സഭയെ സ്നേഹിക്കുന്നിടത്താണ് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം കണ്ടെത്താൻ പറ്റുന്നത്. ഈശോയെ സ്നേഹിക്കുന്നത് പോലെ അവൻ്റെ സഭയെ സ്നേഹിക്കുന്നിടത്ത്, ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന പോലെ അവൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്നിടത്താണ് സത്യവിശ്വാസം നമ്മൾ കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, എഫേസോസ് ലേഖനത്തിൻ്റെ 1:22 പൗലോസ്ലീഹ പറയാണ്, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലുമുള്ള അവൻ്റെ പൂർണ്ണതയുമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന, ഒന്നുകൂടെ ശ്രവിച്ചേ, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി, എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിച്ചു. ഈ സഭയുടെ തല ശിരസായിട്ട് ദൈവം തന്നെയാണ് തൻ്റെ ഏകപുത്രനെ നിയമിക്കുന്നത്.
എന്നിട്ട് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലുമുള്ള അവൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നില്ലെന്ന് പറയുന്നത്? യേശു കൊള്ളാം, സഭ മോശമാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? സഭയും യേശുവും രണ്ടല്ല ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. തിരുസഭയെ, മിശിഹായുടെ ശരീരമാവുന്ന സഭയെ സ്നേഹിക്കുമ്പോഴാണ് ഈ കാലത്ത് ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത്. സഭ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടാണ്, സഭയുടെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. സഭയും ഈശോ മിശിഹായി രണ്ടല്ല ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയ സമയം, ആ സമയത്താണ് യഥാർത്ഥത്തിൽ മഹാപ്രേക്ഷിതനായിട്ട് നമ്മളൊക്കെ മാറാൻ പോകുന്നത്. ആ തിരിച്ചറിവ് കിട്ടിയ മനുഷ്യനായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് സാവൂളിന് ആ തിരിച്ചറിവ് കിട്ടും. അതുവരെ മിശിഹ സഭയും രണ്ടും രണ്ടാണെന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെ മിശിഹ എന്ന് പറഞ്ഞിരുന്ന സഭയെ പീഡിപ്പിക്കാൻ അയാൾ ഓടി നടന്നു. ജെറുസലേമിൽ പീഡിപ്പിച്ചു, സമറിയായിൽ പീഡിപ്പിച്ചു, ദമാസ്കസിൽ പീഡിപ്പിക്കാൻ പോകുന്ന വഴിക്കാണ് അയാൾക്ക് ദർശനമുണ്ടാവുന്നത്. ആ ദർശനത്തിൽ അയാൾ കേൾക്കുന്ന സ്വരമാണ്, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? അയാൾ ആശ്ചര്യത്തോടെ ചോദിക്കും, ലോർഡ്, ഹൂ ആർ യു? കർത്താവേ, നീ ആരാണ്? ആ സ്വരം അവനോട് പറയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാവൂൾ അയാളുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും കർത്താവ് യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിന്റെ കുരിശുമരണം കഴിഞ്ഞ് AD 36 പൗലോസിന്റെ മാനസാന്തരം സംഭവിക്കുന്നത്. യേശുവിന്റെ ഉദ്ധാനം കഴിഞ്ഞ് 3 വർഷം കൂടെ കഴിഞ്ഞ് AD 36 ഈ മാനസാന്തരം സംഭവിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവിനെ സാവൂള് പീഡിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? സാവൂള് പീഡിപ്പിച്ചത് കർത്താവിന്റെ സഭയായിരുന്നു. എന്തായിരുന്നു സഭ? ആ തിരിച്ചറിവ് കിട്ടിയ, മിശിഹായും സഭയും രണ്ടല്ല ഒന്നാണെന്ന് തിരിച്ചറിവ് കിട്ടിയ ഈ പൗലോസാണ് പറയുന്നത്, സഭ അവന്റെ ശരീരമാണ്, സകലത്തിലുള്ള പൂർണ്ണതയാണ്. ദമാസ്കസിലേക്കുള്ള വഴിയിൽ സഭയുടെ പീഡകനായിരുന്ന സാവൂളിന് ദൈവം കൊടുക്കുന്ന വലിയ തിരിച്ചറിവാണ്, സഭയും ക്രിസ്തുവും ഒന്നാണ്. ആ തിരിച്ചറിവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് എഫേസോസിലെ സഭയ്ക്ക് പൗലോസ് എഴുതുകയാണ്, സഭ അവന്റെ ശരീരമാണ്, എല്ലാറ്റിലുമുള്ള അവന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് സഭയും മിശിഹായും ഒന്നാണെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ ബോധ്യം കിട്ടിക്കഴിയുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം ജ്വലിച്ച് ആരംഭിക്കാൻ പോകുന്നത്. ശരിക്കും ക്രിസ്ത്യാനിയായിട്ട് മാറാൻ പോകുന്നത് തിരുസഭയും ഈശോയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, സഭയിൽ ഈശോയെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള പൂർണ്ണ ബോധ്യം കിട്ടുമ്പോഴാണ്. 2000 വർഷം മുമ്പ് എന്തൊക്കെ നസറായനായ യേശുവിൽ അവന്റെ സമകാലികർ അനുഭവിച്ചോ, അവൻ കൊടുത്ത സൗഖ്യം, അവൻ കൊടുത്ത രക്ഷയുടെ അനുഭവം, അവൻ കൊടുത്ത ആത്മീയ വിടുതൽ, അവൻ കൊടുത്ത ആത്മീയ ജീവൻ, ഇതെല്ലാം ഇന്ന് തിരുസഭയിൽ കൂദാശകളിലൂടെ അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്, സഭ സകലത്തിലുമുള്ള അവന്റെ പൂർണ്ണതയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയിലുള്ള വിശ്വാസം ആഴപ്പെടുമ്പോഴാണ് പ്രായോഗിക തലത്തിൽ നമ്മുടെ വിശ്വാസം ഇന്ന് ശക്തിപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മിസ്പാ കൺവെൻഷനിൽ പങ്കുചേർന്ന് വിശ്വാസത്തിന്റെ ഒരു ഉണർവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് യേശു അവിടുത്തെ ആണിപ്പഴുതുകളുള്ള വലം കൈ നീട്ടി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ദൗർബല്യങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഷെക്കേന ടെലിവിഷൻ ടീം അംഗങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം ബലപ്പെടാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന ഈ കാലത്ത് ദൈവജനത്തിന്റെ സഭയുടെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജാഗ്രതയുടെ ഉൾക്കണ്ണ് തുറക്കാൻ, കൺമുമ്പിലെത്തി നിൽക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാൻ, കാലത്തിന്റെ അടയാളങ്ങളെ മനസ്സിലാക്കാൻ, തിന്മയുടെ ആക്രമണങ്ങളെ ആത്മീയമായ ശക്തിയാൽ പ്രതിരോധിക്കാൻ, ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും സാക്ഷ്യജീവിതം നയിക്കാൻ ദൈവത്തിന്റെ സഭയെ ഈ കാലത്ത് ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ ജീവിക്കുന്നെങ്കിലും മരിച്ചാലും അത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്.
നാം ജീവിക്കുന്നെങ്കിലും മരിച്ചാലും അത് കർത്താവിന് വേണ്ടിയാണെന്നുള്ള, കർത്താവിലാണെന്നുള്ള വലിയ വിശ്വാസ ബോധ്യം എന്നെ കേൾക്കുന്ന മുഴുവൻ ദൈവമക്കളിലേക്കും പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു അവിടുത്തെ കരങ്ങളുയർത്തി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.